മാലയും വളയും ഉണ്ടാക്കുക, അതുപോലെ സാരികളിൽ വർണ്ണജാലം തീർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെണ്ണ് കരകൗശലത്തിന്റെ കൗതുക ലോകത്ത് എത്തിച്ചേരാറുണ്ട്. അങ്ങനെയുള്ള കരകൗശലം ഒരു കാഴ്ചയായി അവതരിപ്പിക്കുന്ന സെഗ്മെന്റാണ് ഇനി വരുന്നത്. കാണാം. നമസ്കാരം. കരവിരുതിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. കമ്പിളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പിളി നൂലിന് ആഭരണ പെട്ടിയിൽ എന്ത് കാര്യം? എന്നാൽ കാര്യമുണ്ട്. കമ്പിളി നൂലുകൊണ്ട് മനോഹരമായ ആഭരണങ്ങൾ ചമയ്ക്കാം. ഈ വസ്തുതയാണ് ഇന്നത്തെ കരവിരുതിലൂടെ നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഈ വിദ്യ നമുക്കായി പഠിപ്പിച്ചു തരുന്നു ദിവ്യ ലെനോയ്. ദിവ്യയെ നമുക്ക് കരവിരുതിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ദിവ്യ. ഹലോ. ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പിളി നൂലാണ് നമ്മളുടെ റോ മെറ്റീരിയൽ അല്ലേ? നമ്മുടെ പരീക്ഷണ വസ്തു കമ്പിളി നൂലാണ്. നമുക്കറിയാം, സാധാരണ ഇത് നമ്മൾ വീട്ടിൽ കാണുന്ന ഒന്നിൽ ഫ്ലവർ വേസിലെ ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ വൂള് കൊണ്ടുള്ള എന്ത് മെറ്റീരിയൽ ഉണ്ടോ അങ്ങനെ മാത്രമേ നമ്മളത് കാണാറുള്ളൂ. വൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കമ്പിളി പുതപ്പാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ കമ്പിളി നൂല് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഓർണമെന്റ് മേക്കിംഗ് എന്ന് പറയുന്ന കലാവിരുതിലേക്ക് അല്ലേ, കരവിരുതിലേക്ക് കടക്കുന്നത്. അപ്പൊ ദിവ്യയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പൊ ദിവ്യ, നമുക്ക് തുടങ്ങിയാലോ? ഇന്നെന്താ വളയാ ഉണ്ടാക്കുന്നത്? അതെ, വളയാ ഉണ്ടാക്കുന്നത്. ഇതിനിപ്പോ നമുക്കൊരു ഫ്രെയിം വേണം. ഒരു ഫ്രെയിം, തിന്നായിട്ടുള്ള ഒരു ഫ്രെയിം നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് ഏത് കളറാണ് ഫുള്ള് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇതിപ്പം ഞാൻ യെല്ലോ എടുത്തേക്കുന്ന പ്ലെയിൻ കളർ. ഇതല്ലാതെ നമുക്ക് ഇപ്പം 2-3 കളേഴ്സ് മിക്സ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പം യെല്ലോൻ്റെ കൂടെ ഗ്രീൻ, അങ്ങനെ വേറെ 2 കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ പ്ലെയിൻ കളർ വെച്ചാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും കമ്പിളി നൂല് കൊണ്ടുള്ള ആഭരണം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. തുടങ്ങാം നമുക്ക്. ഓക്കെ. പിന്നെ നമ്മളിപ്പം ഗം എടുക്കുക. ചെറിയ ഫ്രെയിം മതി അല്ലേ? അതെ അതെ അതെ. കെട്ടിട്ടാണ് ഈ ബാംഗിൾ ചെയ്യുന്നത്. അപ്പം കെട്ടിട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനൊരു കെട്ടിടാനുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ ഈ നൂല് കട്ട് ചെയ്തെടുക്കുക. ചെറിയ മെറ്റൽ ഫ്രെയിമിലേക്ക് കെട്ടി വെച്ചിട്ട് കെട്ടിയാണ് പോകുന്നത്. അപ്പൊ അതനുസരിച്ച് അത്രയും നീളത്തിൽ എത്രയാണോ നമ്മൾ വാങ്ങിക്കുന്ന ഫ്രെയിമിന്റെ വലിപ്പം അനുസരിച്ച് ആ ഒരു നൂലുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കൂടുതൽ സൗകര്യമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഗം അത് ഉണങ്ങി പോകുന്നതനുസരിച്ച് നമ്മളതൊന്ന് ജസ്റ്റ് കൊടുക്കുക. കാര്യം അല്ലെങ്കിൽ അതിപ്പം സ്കിപ്പായി പോകും ഈ സാധനം. മാക്സിമം അടുപ്പിച്ച് വേണം നമ്മളിത് കെട്ടാൻ. കഴിയുന്നതും ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ കെട്ടി പോവുക. അടുപ്പിച്ച് ടൈറ്റായിട്ട് കെട്ടിയാണ് പോകേണ്ടത്. ഇതിന് മാച്ചായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? കമ്മൽ, ഇയറിംഗ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. ഇപ്പം ചെയിൻ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കിതിപ്പം ചെയിൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് പിന്നെ അതുപോലെ ഒരു ലോക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിന് ഒരു ഫ്രെയിം ഇതുപോലെ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഈ ചെറുത് വേണമെങ്കിൽ നമുക്ക് ഈ ബാംഗിൾ തന്നെ അതിൻ്റെ ചെറിയ ഫ്രെയിം വാങ്ങിയിട്ട് നമുക്കതിൻ്റെ ചുറ്റും ചെയ്തിട്ട് നടുക്ക് ഇതുപോലെ ആക്കാം. സെറ്റായിട്ട് അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്യാം. സെറ്റിനായിരിക്കും കൂടുതൽ, കാരണം നമ്മളിപ്പോൾ വള ഇട്ട് കഴിഞ്ഞാൽ അതിന് മാച്ച് ചെയ്യുന്ന ഇയറിംഗ്സ് കിട്ടാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാച്ച് ചെയ്യുന്ന സെറ്റുകളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എത്ര സമയം വേണ്ടി വരും ഇതിന്? കുറച്ച് സമയം കൂടുതൽ നമുക്ക് വേണം. കാര്യം ഇത് ഫുള്ള് നോട്ട് ഇടണം. ഇത് കട്ട് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ ലെങ്ത്തിലാണ്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ലെങ്ത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു പോകുമ്പോഴത്തേക്കും ആ ഒരു ഇത് പൂട പോലത്തെ ഒരു സാധനം നമുക്ക് ഫീലാണ് കിട്ടുന്നത്. ഇത് ബ്രഷ് ചെയ്യണം ഇത് കഴിയുമ്പോൾ. അപ്പം അത് പല ലെങ്ത്തിലായിട്ട് വരും അത്. അപ്പം മാക്സിമം നമ്മൾ അത് ഒരു അളവിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ഒരേപോലെ അത് വേണം കെട്ടാൻ. അപ്പം അത് കുറച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യാൻ. നമുക്ക് എത്ര അളവ് വേണ്ടെന്ന് വെച്ചാൽ അത് തീരെ ചെറുതായി പോയാലും പിന്നെ നമ്മൾക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരും കെട്ടാൻ വേണ്ടി. അപ്പം സാധാരണ ആൾക്കാർ ഇത്രയും നൂല് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നോർത്ത് കറക്റ്റ് എടുത്ത് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കെട്ടാൻ നേരത്ത് കടുങ്കട്ട് ഇടാൻ നേരത്ത് അതിന് കുറേ ടൈം എടുക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ കുറച്ച് ഇത് വേസ്റ്റായി പോയാലും നമുക്ക് പെട്ടെന്ന് കെട്ടാനുള്ള എളുപ്പത്തിന് കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കുറച്ച് സമയം എടുക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് നേർമയായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും.
ഓൾമോസ്റ്റ് അത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് സമയമെടുത്താണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെറിയ മെറ്റൽ ഫ്രെയിമിലേക്ക് ഈ കമ്പിളി നൂലുകളെല്ലാം കെട്ടി തീർത്തു. അത് കുറച്ച് സമയം വെച്ചിട്ടുണ്ട് അല്ലേ? കുറച്ച് സമയം വെച്ചിട്ടാണ് എടുക്കുക. ഇതിനിപ്പോൾ നീളം കൂടുതലല്ലേ കുറച്ച്, അപ്പോൾ അതിനി കട്ട് ചെയ്ത് ഒരേ നീളത്തിലാക്കും, നീളം കുറയ്ക്കും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇതെല്ലാം ഒന്ന് ഒരുമിച്ച് ഒരേ ഇതിലേക്ക് ആക്കുക. അത് അല്ലെങ്കിൽ ചിലത് മാത്രം കട്ട് ചെയ്ത് പോകാതിരിക്കുമ്പോൾ ലെങ്ത് ഡിഫറൻസ് വരുന്നത്. അതിൻ്റെ നീളം എല്ലാം ഒരേപോലെ കുറച്ച് എടുക്കുക, എന്നാലേ അത് കണ്ടാലേ ശരിക്കും ബാങ്കിളാണെന്ന് കറക്റ്റ് ഫിനിഷിലേക്ക് വരുള്ളൂ. ഇനി ഇതൊരു ലെങ്ത്തിലേക്ക് ഞാനിപ്പം ഈ ഒരു അളവിലാണ്, എൻ്റെ വിരലിൻ്റെ ഈ ഒരു അളവിലാണ് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിന് എക്സസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. സ്റ്റേറ്റ്മെന്റ് ഓർണമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചൊരു ഫാഷനായി വരുന്ന ഒരു സമയമാണ്. ഒരു വള മാത്രം, അല്ലെങ്കിൽ ഒരു വലിയ മാല മാത്രം, ഒരു വലിയ കമ്മൽ മാത്രം, അങ്ങനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇത്തിരി വലിയ ഓർണമെന്റ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടുകയും ചെയ്യും. ഇപ്പോൾ ഇതിപ്പം എല്ലാം കൂടെ കൂടി ചേർന്നാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ബാങ്കിലെ ഫ്രെയിം ഇങ്ങനെ നമുക്ക് കാണാം. അപ്പം ഇതിപ്പം കുറച്ചും കൂടെ നമുക്ക് ഇതൊരു പഫി ഫീൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോം എടുക്കുക, എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരേ കളർ നൂലല്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്തും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കുറേ നാരുകൾ ഇങ്ങനെ വരും. അതൊക്കെ നമ്മൾ ഇനി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം ഒന്നും കൂടെ. ഓൾമോസ്റ്റ് ഇപ്പം എല്ലാം ഇങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ വിരൽ കൊണ്ട് ഇതിനെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത കമ്പിളി നൂലുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഇതാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വളയായിട്ട് മാറി. എങ്ങനെ വേണമെങ്കിലും ഈ ഡിസൈനെ നമുക്ക് മാറ്റിയെടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന വളകളാണ് ഇത് പല നിറത്തിലുള്ള നൂലുകളാണ്. അങ്ങനെ വരുന്നതായിരുന്നു അല്ലേ? മൾട്ടി കളർ നൂലുകൾ വെച്ചിട്ട്, കമ്പിളി നൂലുകൾ വെച്ചിട്ട് ചെയ്തതാണ്. ഇതുപോലെ തന്നെ ഇതിന് മാച്ചായിട്ടുള്ള ഇയർ റിങ്സും ഉണ്ട്. ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. കമ്മലുകളും ഇതിന് മാച്ചായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും പുതുമയാർന്ന ആഭരണങ്ങൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായല്ലോ. കമ്പിളി നൂലായിരുന്നു ഇന്നത്തെ നമ്മളുടെ റോ മെറ്റീരിയൽ. അത് ഉപയോഗിച്ചിട്ടാണ് ഈ വളകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ദിവ്യ പറഞ്ഞു തന്ന ഈ കരവിരുതിന് നന്ദി. അപ്പോൾ ഇതുപോലെയുള്ള ആഭരണങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വരുമാനമാർഗമാക്കാം. ഒപ്പം ഹോബിയുമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഇതുപോലെയുള്ള മനോഹരമായ മറ്റൊരു കരവിരുതുമായി വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും. അതുവരെ നമസ്കാരം.